ഹായ് ഫ്രണ്ട്സ്, വരുന്ന വെക്കേഷനിൽ നമ്മുടെ മക്കളെ എങ്ങനെ എൻഗേജിങ് ആയി ഇൻട്രസ്റ്റിംഗ് ആയി അവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് നിങ്ങൾ ആലോചിച്ചു തുടങ്ങിയെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 26-നാണ് എൻ്റെ ബുക്ക് സീരീസ് റിലീസ് ചെയ്തത്. വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. ആ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആ പുസ്തകം വെക്കേഷൻ ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടിയാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ എൻ്റെ പുസ്തകങ്ങളൊന്ന് കാണിച്ചു തരാം. 3 ബുക്കുകളാണുള്ളത്. ഒന്നാമത്തെ ബുക്ക് ഇംഗ്ലീഷ് ഫോർ ലൈഫ്, ഫസ്റ്റ് വൺ ഫ്ലുവൻറ്റ് ലാംഗ്വേജ്, സെക്കൻഡ് വൺ ഇംഗ്ലീഷ് ഫോർ ലൈഫ് എന്നത് കോമൺ ടൈറ്റിലാണ്. രണ്ടാമത്തെ ബുക്കിൻ്റെ പേര് ആക്യുറേറ്റ് ലാംഗ്വേജ് എന്നാണ്. മൂന്നാമത്തെ ബുക്കിൻ്റെ പേര് ഇംഗ്ലീഷ് ഫോർ ലൈഫ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഇത് 3 ബുക്കുകൾ 3 ലെവലാണ്. ആദ്യത്തെ ബുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് LKG UKG വിദ്യാർത്ഥികളെ അവരുടെ ഒരു ലെവൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ലെവലിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ബുക്ക് 1-2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും, മൂന്നാമത്തെ ബുക്ക് 3, 4, 5 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുമാണ്. എങ്ങനെയാണ് അതിൻ്റെ കോണ്ടന്റ് എന്ന് ഞാൻ വിശദീകരിക്കാം. ഫ്ലുവൻറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പിക്ചറോട് കൂടി 200 യൂസേജുകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ കാണാം. First we are starting with may I come in, may I come in, may I sit down, may I drink water. ഓരോ സെന്റൻസ് കൊടുക്കുമ്പോഴും അതിൻ്റെ സിറ്റുവേഷൻ അതിൻ്റെ പിക്ചറായിട്ട് അതിനോട് ചേർന്ന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സ്കൂളിലെത്തി ആദ്യത്തെ 2 വർഷം കൊണ്ട് ആ വിദ്യാർത്ഥി തെറ്റുകൂടാതെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 200 യൂസേജസ് അതിനെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന ഓർഡറിൽ പിക്ചറോട് കൂടി നൽകിയിരിക്കുകയാണ്. വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇത് നിങ്ങളുടെ മക്കൾ LKG UKG ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഓരോ വാക്യവും എടുത്ത് അവർക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവരോട് തന്നെ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ടെക്നോളജിയെ എങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ സ്കിൽ എംപവർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം എന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. സെക്കൻഡ് ബുക്ക് ആക്യുറേറ്റ് ലാംഗ്വേജ് എന്നത് അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നമ്മൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ഒന്ന് സ്കൂളിലും മറ്റൊന്ന് വീട്ടിലുമാണ്. ഒരു സ്കൂളിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ സിറ്റുവേഷൻസ് ഉണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള 10 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ മീറ്റിംഗ് യുവർ ഫ്രണ്ട്, സെക്കൻഡ് വൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു വളരെ ലളിതമായി. തേർഡ് വൺ ആസ്ക് യുവർ ഫ്രണ്ട്, നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കാവുന്ന വളരെ ലളിതമായ കുറച്ച് ചോദ്യങ്ങൾ. നെക്സ്റ്റ് വൺ ആസ്ക് യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കാവുന്ന. ഇങ്ങനെ ഒരു സ്കൂളിൽ വരുന്ന 10 കോമൺ സിറ്റുവേഷൻസും അതിൽ ഉപയോഗിക്കേണ്ട ഡയലോഗുകളുമാണ് നൽകിയിട്ടുള്ളത്. അതും വിത്ത് പിക്ചേഴ്സ് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. സെക്കൻഡ് നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് ഹോം ആണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന 10 സിറ്റുവേഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ടോക്കിംഗ് വിത്ത് യുവർ മദർ, ഒരു അമ്മയോട് സംസാരിക്കുന്ന കുറച്ച് വളരെ മനോഹരമായ ഒരു കോൺവെർസേഷൻ. സെക്കൻഡ് വൺ ടോക്കിംഗ് വിത്ത് യുവർ ഫാദർ, അച്ഛനോട് സംസാരിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ദെൻ ടോക്കിംഗ് വിത്ത് യുവർ സിബ്ലിങ്സ്, നിങ്ങളുടെ സഹോദരൻ സഹോദരിയോട് സംസാരിക്കുന്നത്. ഇങ്ങനെ വീട്ടിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള 10 സിറ്റുവേഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് 1-2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം നൽകിയിട്ട് ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നിങ്ങളൊരു വീഡിയോ എടുക്കുക, എന്നിട്ട് അത് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു 3 ഡേയ്സിൽ ഒരു വീഡിയോ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 60 ഡേയ്സിൽ 20 വീഡിയോസ് അവർക്ക് മനോഹരമായി ചെയ്യാൻ കഴിയും. സോ യു വിൽ ബി ഏബിൾ ടു എൻഗേജ് യുവർ ചിൽഡ്രൻ, എംപവറിംഗ് ദെയർ സ്കിൽസ്. അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർ ടെക്നോളജിയെ എങ്ങനെ അവർക്ക് ഒരു പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുകൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ആക്യുറേറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് വിദ്യാർത്ഥികളിൽ ശീലമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. തേർഡ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ 3rd, 4th, 5th ക്ലാസ്സസ്. ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഫോർ ട്രാവൽ ആൻഡ് ഫോർമൽ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പിന്നെ സ്കൂളിലും വീട്ടിലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഭാഷ ആവശ്യമായി വരുന്ന കൂടുതൽ യാത്രകളിൽ നമുക്ക് വ്യത്യസ്തമായ സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്പർ 1 ഫൈൻഡിങ് യുവർ വേ, എങ്ങനെ ഒരാളോട് വഴി ചോദിക്കാം. നമ്പർ 2 ടോക്കിംഗ് വിത്ത് എ കോ പാസഞ്ചർ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് മലയാളം അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ അയാളോട് സംസാരിക്കാം. നെക്സ്റ്റ് വൺ അറ്റ് ദ റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാം, മെനു നോക്കുക, അതിൻ്റെ ക്യാഷ് ബില്ല് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ അറ്റ് ദ ഹോട്ടൽ റിസപ്ഷൻ മീറ്റിംഗ് എ വില്ലേജർ, ബുക്കിംഗ് എ ക്യാബ്, ടോക്കിംഗ് വിത്ത് എ ടൂറിസ്റ്റ് ഗൈഡ്. ഇങ്ങനെ യാത്രയിൽ ആവശ്യമുള്ള 10 സിറ്റുവേഷൻസ് ആണ് അതിൽ നൽകിയിട്ടുള്ളത്. ശേഷം ഫോർമൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ് 10 കോണ്ടെക്സ്റ്റുകൾ നൽകിയിട്ടുണ്ട്.
welcome address, vote of thanks, self-introduction, an interview, group discussion, presenting a complaint, telephone conversation. ഇങ്ങനെ നമ്മൾ വളരെ ഫോമൽ ആയിട്ട് സിറ്റുവേഷൻസിൽ സംസാരിക്കുന്ന 10 സിറ്റുവേഷൻസ് നൽകി അങ്ങനെ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ഇൻ എ കോൺഫിഡൻറ്റ് വേ. ഇങ്ങനെ നമുക്ക് 3, 4, 5 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതൊരു അഡൾട്ട് പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്കും കടന്നു പോകാം. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട 200 യൂസേജസ് ഉണ്ട്, പ്ലസ് അതിൻ്റെ സ്കൂൾ സിറ്റുവേഷൻസ് അറ്റ് ഹോം നൽകിയിട്ടുണ്ട്, പിന്നെ സിറ്റുവേഷൻസ് ഇൻ ദ ട്രാവലിംഗ് ആൻഡ് ഫോർമൽ ഇംഗ്ലീഷ്. ഇങ്ങനെ വളരെ ലളിതമായി സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ ഒരു 2 months കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സീരീസ് ഓഫ് ബുക്സ് ആണ് ഈ 3 ബുക്കുകൾ എന്ന് പറയുന്നത്. വെക്കേഷൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും നിങ്ങളുടെ മക്കൾക്ക് സ്കിൽ എൻഹാൻസ് ചെയ്യാനും നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ബുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 540 രൂപയാണ് ഈ 3 ബുക്കുകളും ഒന്നിച്ച് അതിൻ്റെ MRP. എന്നാൽ അത് ഒന്നിച്ച് ഒരു വെക്കേഷൻ പാക്കേജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് 450 rupees ആണ് നിങ്ങൾക്ക് 3 ബുക്കിനുമായി അതിന് വേണ്ടി നൽകേണ്ടി വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനോഹരമായ ഒരു വെക്കേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൾ.